ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ലെവലിൽ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ കൺട്രികളിലെയും പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സിൻ്റെ ഡാറ്റ പുറത്തു വന്നിരുന്നു. മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ മാർച്ചിൽ എങ്ങനെയാണ് ആ എക്കണോമികൾ പെർഫോം ചെയ്തിരിക്കുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഇതനുസരിച്ച് ചൈനയിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഡാറ്റയാണ്, ജപ്പാനിലും ബെറ്റർ ഡാറ്റ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചില കൺട്രികളിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടുള്ള ഡാറ്റയാണ്. പക്ഷേ ഇത് മാർച്ചിൽ പൊതുവെ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഈ കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഇന്ന് ജാപ്പനീസ് മാർക്കറ്റിൽ സ്വല്പം വീക്കാണ്. ഓപ്പണിംഗിൽ ബെറ്റർ ആയിരുന്നു, ഇപ്പോൾ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിക്കും സെൻസെക്സിനും ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു അമേരിക്കൻ മാർക്കറ്റുകൾ. അതുപോലെ തന്നെ യൂറോപ്പ് ബെറ്റർ ആയിരുന്നു. ഏഷ്യയും ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളൊക്കെ വ്യാഴാഴ്ച ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ ഓപ്പൺ ചെയ്തിരുന്ന മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ സ്റ്റാർ പെർഫോമർ ഗോൾഡാണ്. പുതിയ റെക്കോർഡ് ഹൈ ആണ് ഗോൾഡ് ഹിറ്റ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഗോൾഡ് ജൂൺ ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ സ്പോട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ജൂൺ ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ $2250 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $2278.2 പെർ ഔൺസിനാണ്. അതുപോലെ തന്നെ സ്പോട്ട് 2259 വരെ സ്പോട്ട് ഹൈ പോയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് $2254 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മെറ്റൽസൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. പക്ഷേ കോപ്പറും അതുപോലെ തന്നെ അലുമിനിയം ഒക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ ഓൾമോസ്റ്റ് കുറേ പോസിറ്റീവ് ഇമ്പാക്റ്റുകളുള്ള ന്യൂസുകളൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരുന്നു. അത് പ്രകാരം അഡാനി പവർ ആണ് ഇന്ന് ജമ്പ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനി. അതുപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഈ ആഴ്ചയിൽ 5-ാം തീയതിയാണ് അതിൻ്റെ ഡിസിഷനൊക്കെ വരാൻ പോയിരുന്നത്. ഇപ്പോഴത്തെ റെപ്പോ റേറ്റ് 6.5% അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് പൊതുവെ ഉള്ളത്. അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസിൻ്റെ അണ്ടറിലുള്ള അഡാനി കച്ച് കോപ്പറിൻ്റെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വ്യാഴാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം അഡാനി ടോട്ടൽ ഗ്യാസിൻ്റെ ഒരു ബയോഗ്യാസ് പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് ഫേസും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡാനി ടോട്ടൽ ഗ്യാസിനും അഡാനി പവറിനും അഡാനി എൻ്റർപ്രൈസസിനൊക്കെ ഒന്ന് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രീനിൻ്റെ അഡീഷണൽ കപ്പാസിറ്റി ഗുജറാത്തിൽ വീണ്ടും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പൊതുവെ അഡാനി ഗ്രൂപ്പിന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. MRPLന് പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ടോപ്പിക്കായ ജൂപ്പിറ്റർ വാഗൺസ് ധാരാളം പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ RVNL സലാസർ ടെക്നോളജി ഒരു ഓർഡർ ബാങ്കിങ് ന്യൂസ് ഉണ്ട്. രണ്ടിനും പോസിറ്റീവാണ്. മെട്രോ ബ്രാൻഡ്സ് ക്രോക്സ് ആയിട്ടുള്ള അലയൻസ് വീണ്ടും സോളിഡിഫൈ ചെയ്തിരിക്കുകയാണ്. മെട്രോനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് അക്കൗണ്ട് റിലേറ്റഡ് ന്യൂസ് പൊതുവെ ക്യാമ്പ്സിനും CDSLനൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം JP അസോസിയേറ്റ്സ് അവരുടെ 2020-21 ഇയേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ഫോറിൻ കൺവെർട്ടിബിൾ ബോണ്ടുകൾ റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ബോണ്ട് ഹോൾഡേഴ്സ് അനുമതി നൽകിയിരിക്കുകയാണ്. JP അസോസിയേറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗോദ്രേജ് അഗ്രോവെറ്റ് ഇപ്പോഴത്തെ കമ്പാരബിൾ PE ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അണ്ടർ പ്രൈസ്ഡാണ്. വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് ഗോദ്രേജ് അഗ്രോവെറ്റിൽ കാണുന്നത്. ഇൻഫോസിസിൻ്റെ റിസൾട്ട് ഏപ്രിൽ 18 അതോടൊപ്പം തന്നെ 11 വർഷത്തെ ഇൻകം ടാക്സ് അരിയേഴ്സും ഇൻഫോസിസിന് കിട്ടിയിട്ടുണ്ട്. പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫോസിസിൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരിക്കുന്നതാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ, നാൽക്കോ അതുപോലെ തന്നെ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡ് ഇവരുടെ ജോയിൻറ്റ് വെഞ്ചറാണ് ഖനീജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ്. ഇവർ വീണ്ടും ഓവർസീസ് അക്വിസിഷന് പോവുകയാണ് ലിഥിയം കോപ്പർ മൈനുകൾക്ക് വേണ്ടി. ഈ നാൽക്കോയ്ക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1173.42 കോടി ഓർഡറാണ്. 6 സെറ്റ് ഗ്യാസ് ടർബൈൻസും അതുപോലെ തന്നെ അക്സസറീസും സ്പെയേഴ്സൊക്കെയാണ് ഇന്ത്യൻ നേവിയുടെ പുതിയ
മിസൈൽ വെസൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, പോസിറ്റീവാണ് കൊച്ചി ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ നമ്മൾ പൊതുവെ മറ്റ് ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ പാനാസോണിക് എനർജിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനായിട്ടൊരു JV വന്നിട്ടുണ്ട്. ലിഥിയം അയോൺ ബാറ്ററി മാനുഫാക്ചർ ചെയ്യാനാണ്. പാനാസോണിക് എനർജി ജപ്പാനാണ് വലിയ രീതിയിൽ ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും രണ്ട് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്, പാനാസോണിക് എനർജി ലിമിറ്റഡിനും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും. അതുപോലെ തന്നെ ഇസാഫ് ബാങ്ക് അവർ സോളാർ EV പ്രൊജക്റ്റ് ഫണ്ടിങ്ങിലേക്കും കടക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്, നല്ല ഡിസിഷനാണ് മാനേജ്മെൻറ്റിൻ്റെ. ജുവലറി ഷെയർസ് പൊതുവെ ഇന്ന് ബെറ്റർ ആവാനാണ് ചാൻസസ്. കല്യാൺ പുതിയ ഹൈ ഹിറ്റ് ചെയ്തേക്കാം, അതുപോലെ തന്നെ ടൈറ്റൻ പുതിയ ഹൈ ഹിറ്റ് ചെയ്തേക്കാം. ഒപ്പം ഗോൾഡ് ലോൺ കമ്പനികളായ മണപ്പുറം അതുപോലെ തന്നെ മുത്തൂറ്റൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ HDFC ബാങ്ക് അവരുടെ HDFC എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് സർവീസസ് എന്ന് പറയുന്ന സബ്സിഡിയറി വിൽക്കാൻ പോവുകയാണ്. അതും HDFC ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടോറൻ പവറിന് അഡീഷണൽ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1825 കോടി രൂപയുടെ 150 മെഗാവാട്ട് സോളാർ ഗ്രിഡ് കണക്റ്റഡ് സോളാർ ഹൈബ്രിഡ് പ്രൊജക്റ്റിനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ടോറൻ പവർ. നമ്മുടെ ഒരു ടോപ്പിക്കുകളിൽ ഒന്നും കൂടിയാണ്. അതോടൊപ്പം തന്നെ കനറ ബാങ്ക് 13% ഡയല്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. കനറ റോബാക്കോ AMCയിൽ കനറ ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസുകൾ പൊതുവെ കനറ ബാങ്കിന് പോസിറ്റീവാണ്. റിലയൻസ് ഇൻഫ്ര നമ്മുടെ 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ 2 പിക്കുകളിൽ ഒന്നാണ് റിലയൻസ് ഇൻഫ്ര. ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഹൊണാസ കൺസ്യൂമർ പുതിയ ഒരു പ്രൊഡക്റ്റ് ലൈൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എക്സലൻറ്റ് ഗൈഡൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അച്ചീവ്മെൻറ്റ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഡിമാർട്ട് പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാണ്. തെലങ്കാന, പഞ്ചാബ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയൊക്കെ. ഇപ്പോൾ ടോട്ടൽ 361 സ്റ്റോറുകളാണല്ലോ ഡിമാർട്ടിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജെൻസോൾ എഞ്ചിനീയറിൻ്റെ സബ്സിഡിയറി ഉണ്ട്. ഈ സബ്സിഡിയറി സോളാർ ട്രാക്കിംഗ് പ്രൊജക്റ്റിൽ ഒരു വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. തീർച്ചയായും സ്കോർപിയസ് സോളാർ ട്രാക്കിംഗ് കമ്പനിയാണ്. സോളാർ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ സൂര്യപ്രകാശത്തിനനുസരിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതിന് ടെക്നോളജി സപ്പോർട്ട്, ബെയറിങ്ങുകൾ, സോഫ്റ്റ്വെയർ ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ജെൻസോളിൻ്റെ സബ്സിഡിയറിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജെൻസോളിന് പോസിറ്റീവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സീലിംഗിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. പുതിയ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജനറൽ ഇലക്ഷൻ ഫസ്റ്റ് ഫേസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റ് തീർച്ചയായിട്ടും നിഫ്റ്റിയും സെൻസസൊക്കെ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളും ഒക്കെ വരാൻ പോവുകയാണ്. ഒപ്പം ന്യൂസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളും വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഹയർ ലെവലിൽ വരുമ്പോൾ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. നമ്മൾ ഡെലിവറി ബൈയിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ, ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ഈ ധനകാര്യ വർഷത്തെ. നല്ല ട്രേഡിംഗ് ഡേ, നല്ല ഇൻവെസ്റ്റിംഗ് ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.